ഞങ്ങൾ മൂന്നുപേരും, അതായത് എൻ്റെ മൂത്ത സഹോദരൻ ടോണി, എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ബോണി, പിന്നെ ഞാനും, ഞങ്ങൾ മർത്തോമ സഭയിലാണ് ചെറുപ്പത്തിലെ മാമോദിസ കൈക്കൊണ്ടത്. എന്നിരുന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ മുതിർന്ന സ്നാനം ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ കൈക്കൊണ്ടിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും പലപ്പോഴായി പൊയ്ക്കൊണ്ടിരുന്നത് മർത്തോമ സഭയിൽ തന്നെയാണ്. എങ്കിലും മമ്മിയൊക്കെ സ്നാനപ്പെട്ടത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു, അല്ല നിങ്ങളും സ്നാനപ്പെടണം, അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നതെന്നൊക്കെ. പക്ഷെ മമ്മിയൊക്കെ അത് പറയുമ്പോഴത്തേക്കും ആ ദിവസം വീട്ടിലെ സമാധാനം പോകാൻ അത് മാത്രം മതിയായിരുന്നു. കാരണം ഞങ്ങൾ മൂന്നുപേരും ഇതിനോട് വളരെ എതിർത്തിരുന്നവരായിരുന്നു. എപ്പോഴൊക്കെ സ്നാനത്തെക്കുറിച്ച് വീട്ടിൽ എപ്പോഴേലും പറഞ്ഞാൽ അന്ന് ആ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങൾ ബഹളം വെക്കും, പിന്നെ വീട്ടിലെ സമാധാനം ഞങ്ങൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. പക്ഷെ വീണ്ടും വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മൂത്ത സഹോദരൻ ടോണി, അദ്ദേഹം ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ദിവസം വന്ന് മമ്മിയോട് പറഞ്ഞു, അതായത് അദ്ദേഹത്തിൻ്റെ +2 കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം വന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് സ്നാനപ്പെടണം എന്ന്. ഒരു ദിവസം പെട്ടെന്ന് ടോണിച്ചന് ആ കൺവിക്ഷൻ ഉണ്ടായി. അദ്ദേഹം അങ്ങനെ സ്നാനപ്പെടാൻ, ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ സ്നാനപ്പെടാനിടയായി. അപ്പോഴും ഞാനും ബോണിയും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും അതിനോട് എതിർത്ത് തന്നെ നിന്നു. കാരണം ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് ആൾക്കാർ ഞങ്ങൾ സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഒരുതരം നാണക്കേട് പോലായിരുന്നു. സോ ഞാൻ എന്തുമാത്രം റിബിലിയസ് ആയിരുന്നു, അതിനേക്കാളും ഒരു പടി മേളിലായിരുന്നു എൻ്റെ രണ്ടാമത്തെ സഹോദരൻ സ്നാനത്തെ കണ്ടിരുന്നത്. ഇറ്റ് വാസ് വെരി റിബിലിയസ്. പക്ഷെ വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പ്രാർത്ഥനയ്ക്കിടയ്ക്ക്, ആ സമയത്തും ഞങ്ങൾ മർത്തോമ സഭയിലല്ല പോകുന്നത്, ഒരു പ്രാർത്ഥന സമയത്ത്, ഒരു ആരാധന സമയത്ത് ഒരു പാസ്റ്റർ നിന്ന് സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. സ്നാനപ്പെടാൻ ആർക്കെങ്കിലും ഒക്കെ മനസ്സുണ്ടോ, അങ്ങനെ ആരെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സഹോദരൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം സ്നാനപ്പെടാനിടയായി. ബൈ ദിസ് ടൈം ആദ്യമൊക്കെ ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നത് മാമോദിസ മതി, അല്ലെങ്കിൽ കൊച്ചിലെ ഒരു അച്ഛൻ്റെ കീഴിൽ സ്നാനപ്പെടുന്നത് മതി എന്ന് തർക്കിച്ചുകൊണ്ടിരുന്നവര് ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂത്ത സഹോദരൻ സ്നാനപ്പെടുന്നു, എൻ്റെ രണ്ടാമത്തെ സഹോദരൻ സ്നാനപ്പെടുന്നു. ബൈ ദിസ് ടൈം ഐ ആക്ച്വലി ന്യൂ ദാറ്റ് there is something truth about baptism, അല്ലെങ്കിൽ മുതിർന്ന സ്നാനത്തിന് എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നെ പുറകോട്ട് വലിച്ചിരുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, മാമോദിസ മതിയല്ലോ, എന്തിനാ നമ്മൾ വെറുതെ ഒരു മുതിർന്ന സ്നാനം, എന്തിനാ വെറുതെ ഒരു പാസ്റ്ററിന്റെ കീഴിൽ പോയി എടുക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അത് പോരാ, സത്യമെന്ന് പറയുന്ന സ്നാനം തന്നെയാണ്, മുതിർന്ന സ്നാനം കഴിക്കണമെന്ന് മനസ്സിലായതിനു ശേഷം എന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നത്, ഒന്ന്, ഞാൻ സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഈ കൈയൊക്കെ അടിച്ച് പാടുന്ന ആൾക്കാരുടെ കൂടെയാണല്ലോ പോകുന്നതെന്നൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളതായിരുന്നു എന്നെ പുറകോട്ട് വലിച്ചിരുന്ന ഒരു ഫാക്ടർ. ഈ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര നാൾ ഈ സത്യത്തെ എത്ര കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കാൻ നോക്കിയാലും സ്റ്റിൽ കീപ്പ് ഓൺ കൺവിക്റ്റിംഗ് us. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം, അതായത് എൻ്റെ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരു 2011 ജൂൺ മാസം ഞാനും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വേണ്ട ഒരു ക്യാരക്ടർ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും അതിൽ നിന്ന് തിരുത്താൻ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ us. So that is what the quality of our character that we should develop. എന്നെ ആദ്യം പിടിച്ചു നിർത്തിയിരുന്ന ഫാക്ടേഴ്സ് അറിവില്ലായ്മയായിരുന്നു. രണ്ടാമത് ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ നമുക്കൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സത്യത്തെ നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ലെന്നുള്ളതിന് there are so many factors in our life. ഇവിടെ ഏകദേശം 9 വർഷമായി ഞാൻ സ്നാനപ്പെട്ടിട്ട്.
I don't regret the decision that I took that day. See, now I'll tell you why I got baptized. Is there any other reasons? സ്നാനത്തെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായി, സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്നാനപ്പെടാനുള്ള തീരുമാനമെടുക്കുന്നത്. എൻ്റെ മൂത്ത സഹോദരൻ സ്നാനപ്പെട്ടു, രണ്ടാമത്തെ സഹോദരൻ സ്നാനപ്പെട്ടു. അപ്പോഴൊന്നും ഞാൻ തയ്യാറായിരുന്നില്ല. I was not ready to take it. I had my own very reasons to say that I am not taking it. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റീസൺസ് ഒന്നുമല്ല, റാഷണൽ ആയിട്ടുള്ളൊരു തീരുമാനമൊന്നും അല്ലായിരുന്നെങ്കിലും ആരുടെയും നിർബന്ധപ്രകാരം അങ്ങനെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. I want my own convictions to be correct. അതിനെ ഒരു ഇഗ്നറൻസ് എന്ന് വേണേൽ വിളിക്കാം. I was ignorant. I was not ready to take the truth. But finally I took it and I don't regret it today. So what I was coming to tell you is, സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നമുക്കൊരു തെറ്റുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി നമ്മളൊരു വില കൊടുക്കുകയാണെങ്കിൽ God will reward us for that. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, എന്നെ പോലെ തന്നെ സ്നാനം ശരിക്കും ആവശ്യമുള്ളതാണോ? I'll show you some few verses what the Bible talks about baptism. എന്തുകൊണ്ടാണ് മുതിർന്ന സ്നാനത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത്? പോയിന്റ് നമ്പർ 1, കർത്താവിന് മുമ്പേ വന്ന യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് തന്നെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് മാനസാന്തര സ്നാനമായിരുന്നു. അതായത് പാപം ചെയ്തു എന്ന് അറിയാവുന്ന ഒരു വ്യക്തി, പാപത്തിന് വിമോചനം വേണമെന്ന് അറിയാവുന്ന വ്യക്തി പാപം ഏറ്റു പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം കൈക്കൊണ്ടു. സ്നാനം കൈക്കൊള്ളണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് മനസ്സിലാവണം? അദ്ദേഹം പാപിയാണെന്നുള്ള ബോധ്യം വേണമായിരുന്നു. So he must have understanding to get baptized. Point number 2, നമുക്കെല്ലാം മാതൃകയായി യേശുക്രിസ്തുവിന്റെ സുവിശേഷ വേല തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാപമില്ലാതിരുന്നിട്ടും നമുക്കെല്ലാം മാതൃകയായി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. പോയിന്റ് നമ്പർ 3, യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും എന്ന് പറഞ്ഞു. ശിഷ്യരാക്കണമെങ്കിൽ ശിഷ്യനാകാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാവണം, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഉപദേശം മനസ്സിലാക്കുന്നവരെയാണ് എന്ത് ചെയ്യേണ്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടത്. പോയിന്റ് നമ്പർ 4, യേശുക്രിസ്തു എന്നാ പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷം 16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാൻ കഴിവുള്ളവനാണ് സ്നാനപ്പെടേണ്ടത്. അതിനുശേഷം പറയാണ്, വിശ്വസിക്കുന്നവരുടെ കൈകളാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആരാണ് ഇത് ചെയ്യേണ്ടത്? വിശ്വസിക്കുന്നവർ. മേൽ എന്താ പറയുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പത്രോസ് ആദ്യമായി പ്രസംഗിക്കുമ്പോൾ, അവിടെ ഇരിക്കുന്ന ജനമെല്ലാം സുവിശേഷം കേൾക്കുമ്പോൾ, അവസാനം അപ്പോസ്തല പ്രവൃത്തികൾ 2:49 സുവിശേഷം മുഴുവനും കേട്ടതിന് ശേഷം അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞവരാണ് സ്നാനമേറ്റത്. ആരുടെ വാക്ക്? പത്രോസ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞതിന്റെ കൂടെ സ്നാനം പറഞ്ഞപ്പോൾ അവന്റെ ആ വാക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞവർ സ്നാനമേറ്റു. നെക്സ്റ്റ് പോയിന്റ്, കൊർന്നേലിയസിന്റെ വീട്ടിലേക്ക് ദൈവം പത്രോസിനെ അയക്കുമ്പോൾ പത്രോസ് അവരോട് സുവിശേഷം പ്രസംഗിച്ചു. പ്രസംഗിച്ചതിന് ശേഷം അപ്പോസ്തല പ്രവർത്തികൾ 10 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്കാൻ കഴിഞ്ഞവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. കേൾക്കാൻ കഴിഞ്ഞവർ, ഗ്രഹിക്കാൻ കഴിഞ്ഞവർ,
അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് വന്നവരെ പത്രോസ് സ്നാനം കഴിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നെക്സ്റ്റ് പോയിന്റ്, ഫിലിപ്പോസ് ഒരു എത്യോപ്യക്കാരൻ്റെ അടുത്ത് സുവിശേഷം പറയുകയാണ്. ആ സുവിശേഷം മൊത്തം പറഞ്ഞതിന് ശേഷം ഈ എത്യോപ്യക്കാരൻ ഫിലിപ്പിനോട് ചോദിക്കുക, എന്നെ സ്നാനത്തിൽ നിന്ന് വിലക്കുന്നത് എന്താണ്? അവിടെ ഫിലിപ്പ് എത്യോപ്യനും വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. സുവിശേഷം മുഴുവനും കേട്ടതിന് ശേഷം ഫിലിപ്പിനോട് എത്യോപ്യക്കാരൻ ചോദിക്കുവാണ്, എന്നെ സ്നാനം കഴിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഫിലിപ്പോസ് ഈ എത്യോപ്യക്കാരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കാകാം എന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞ സുവിശേഷം മുഴുവനും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന വെള്ളത്തിൽ നിന്നെ ഞാൻ സ്നാനം കഴിപ്പിക്കാം എന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ കഴിഞ്ഞവരെയാണ് അവർ സ്നാനപ്പെടുത്തിയിരുന്നത്. I think these many examples are more than enough to understand that baptism is the true theology in the Bible. നിങ്ങളെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന പല കാരണങ്ങളുണ്ടായേക്കാം. എന്നെ തടഞ്ഞു നിർത്തിയ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് എന്ത് വിചാരിക്കും, മാമോദിസ തന്നെ പോരെ. നിങ്ങളെയും ചിലപ്പം നിങ്ങൾ സ്നാനം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. ലെറ്റ് മീ ടെൽ യു ദിസ്, നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ God will take some decisions for you. നിങ്ങൾ കർത്താവിനെ പരസ്യമായി അംഗീകരിക്കുമ്പോൾ God will never be ashamed of you. See, സ്നാനം ഒരു തീരുമാനമാണ്. A decision that you are showing that you are serious about him who you love. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തീരുമാനമെടുത്താൽ മതി. Ultimately, you know what? ഈ ഭൂമിയിലുള്ള ആർക്കും നമ്മളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ പറ്റത്തില്ല. എല്ലാം കുഴി കൊണ്ട് അവസാനിക്കുന്ന ബന്ധമാണ്. 6 അടി മണ്ണിൽ നമ്മളെ കുഴിച്ചിടുന്നത് വരെയുള്ള ബന്ധമേ നമുക്ക് ഈ ഭൂമിയിൽ ആൾക്കാരുമായിട്ടുള്ളൂ. By saying that, I'm not saying that there is no value for relationship, no. But the ultimate relationship has to be with God. കർത്താവ് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തെറ്റുകൾ തിരുത്താൻ നമുക്കൊരു മനസ്സുണ്ടാവാം. മനസ്സിലെ നമുക്ക് കർത്താവിനോട് ചോദിച്ചാൽ മനസ്സ് മേടിക്കാം. മനസ്സ് മേടിച്ചതിന് ശേഷം തെറ്റുകൾ തിരുത്താനുള്ള ശ്രമങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്യാം. കർത്താവ് നിങ്ങൾ ഓരോരുത്തരും ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you.